ഈ കഥയുടെ തുടക്കത്തിൽ നല്ല മഴ പെയ്യുന്നൊരു രാത്രി നാട് റോഡിൽ ഒരു കാർ കിടക്കുന്നു. അതിനുള്ളിലാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള വാങ് ഉള്ളത്. തന്റെ കയ്യിലെ ഫോണിൽ സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ആകെ ടെൻഷനായിട്ട് കാറിനകത്തിരിക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് അവിടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ആ കാർ തലകീഴായിട്ട് മറിഞ്ഞു കിടക്കാണ്. നല്ലതുപോലെ നോക്കുമ്പോൾ ആ കാർ ഓടിച്ചുകൊണ്ട് വന്ന ആളുണ്ടല്ലോ, അയാൾ മരിച്ചുപോയി. പക്ഷെ അടുത്തായിട്ട് തന്നെ മറ്റൊരു സ്ത്രീയുണ്ട്, അവരിതുവരെ മരിച്ചിട്ടില്ല. ഇപ്പൊ അത് നമുക്ക് കാണിച്ചു തന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ സംഭവം കഴിഞ്ഞ് ഒരു 9 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ ഹീറോ വാങ് തന്റെ ജോലിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. എന്താണെന്ന് അറിയാൻ കഴിയാതെ നിൽക്കുമ്പോൾ റേഡിയോയിൽ പറയുന്നുണ്ട് ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ന്യൂസിലൂടെ ഇങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന ഹീറോ തന്റെ ഫോണും എടുത്ത് നേരെ ആക്സിഡന്റ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് നല്ല വില കൂടിയൊരു കാറാണ്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ഏതോ ഒരു ധനികന്റെ കാറാണെന്ന് മനസ്സിലായി. നേരെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് ഈ നാട്ടിലെ സെനറ്ററാണ്. അയാളാണ് കാർ ഓടിച്ച് ആക്സിഡന്റ് ആയിട്ടുള്ളത്. കൂടാതെ അയാളുടെ അടുത്ത് തന്നെ മറ്റൊരു പെണ്ണുണ്ട്. ഇതുകൂടി കാണുന്നത് ഹീറോ പെട്ടെന്ന് തന്നെ തന്റെ ഫോൺ എടുത്ത് അതെല്ലാം ഫോട്ടോ എടുക്കാൻ തുടങ്ങുന്നു. കാരണം അവന് നല്ലൊരു ന്യൂസ് കിട്ടിയെന്നുള്ള രീതിയിൽ. കാരണം ഒരു പ്രസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. കൂടെയുള്ള ആ ഒരു സ്ത്രീ ഒരു മോഡലായതുകൊണ്ട് തന്നെ ഗോസിപ്പ് എഴുതാന്നുള്ള രീതിയിൽ നല്ല സന്തോഷമുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ ആ ഫോട്ടോസ് എല്ലാം ഓഫീസിലേക്ക് അയച്ചു വിടുന്നു. അവിടെയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള മാഗി ഉള്ളത്. അതേപോലെ തന്നെ ഹീറോയുടെ ക്ലോസ് ഫ്രണ്ടും കൂടിയാണ്. അങ്ങനെ മാഗി ഇതെല്ലാം കൺഫേം ആണോ എന്ന് ഒരു തവണ കൂടി നോക്കി അതെല്ലാം പബ്ലിഷ് ചെയ്യാനായിട്ട് പറയുന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ ഇത്രയും നല്ലൊരു ന്യൂസ് കിട്ടിയത് കൊണ്ട് തന്നെ ആ സന്തോഷത്തിൽ തിരിച്ചു വന്ന് തന്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് പുറകിൽ മറ്റൊരു കാർ വന്ന് ഇരിക്കുകയാണ്. അതൊരിക്കലും അവൻ പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ കാറും കൊണ്ട് നേരെ ഒരു മെക്കാനിക്കിനെ കാണാനായിട്ടാണ് വരുന്നത്. അത് ഹീറോയുടെ സുഹൃത്താണ്. അങ്ങനെ കാർ കൊണ്ടുവന്ന് കാണിച്ച് ആ ഫ്രണ്ട് ഇപ്പോൾ പറയും നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ പോകുമ്പോൾ എന്നെ കൂടി വിളിക്കണമെന്ന്. അല്ല എന്തു പറ്റി? നിന്നെ അവർ പറ്റിച്ചു. കാരണം ഈ ഒരു ചേസ് ഈ വണ്ടിയുടേതല്ല, ഉള്ളിലാണെങ്കിലോ ഒരുപാട് പാർട്സ് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും ഇത് കേട്ട ഹീറോ ആകെ ടെൻഷനായിട്ട് തന്നെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് നേരെ ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ് അവൻ പോകുന്നത്. അതുമല്ല ഹീറോ ഒരു റിപ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവർക്കും അവനെ നേരത്തെ തന്നെ അറിയാം. അപ്പോൾ ഇൻസ്പെക്ടർ ഹീറോയോട് അല്ല എന്തു പറ്റി പെട്ടെന്ന് വരാനായിട്ട്. അപ്പോഴാണ് ഹീറോ പറയുന്നത് തനിക്ക് കാർ തന്നവരെ അവനെ പറ്റിച്ചുവെന്നും ഈ കാറിന്റെ യഥാർത്ഥ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും. അപ്പോൾ ഇൻസ്പെക്ടർ പറയും ശരി ഒരു കുഴപ്പമില്ല, നീ എന്തായാലും പോയിക്കോ, ഞാനത് ചെക്ക് ചെയ്ത് നിനക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ഹീറോയെ പറഞ്ഞു വിട്ടതിന് ശേഷം ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ പുതുതായിട്ടൊരു കോൺസ്റ്റബിൾ പയ്യൻ വന്നിട്ടുണ്ട്. അവന്റെ അടുത്ത് ഈ ഫയൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ദേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, എത്രയും പെട്ടെന്ന് ഈ ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിക്കണം എന്ന് അവന്റെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയുടെ ഓഫീസിൽ കാണിക്കുമ്പോൾ അവിടെ എന്തോ ഒരു മീറ്റിംഗ് നടക്കാണ്. അപ്പൊ അവരുടെ ചീഫ് നമ്മുടെ ഹീറോയെ നല്ലതുപോലെ പ്രശംസിക്കുന്നുണ്ട്. കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവൻ നല്ല രീതിയിൽ അവന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോഴാണ് അടുത്തിരിക്കുന്ന ഒരു എഡിറ്റർ ഉണ്ട്. അയാൾക്കാണെങ്കിലോ ഹീറോയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് കാരണം ആ എഡിറ്റർ പറയുന്നുണ്ട് സാർ ഇവൻ തന്ന ആ ഒരു സെനറ്ററിന്റെ ഫോട്ടോ ഇല്ലേ, അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ റിപ്പോർട്ട് തയ്യാറാക്കാൻ പാടുള്ളായിരുന്നു. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹീറോ പറയും സാർ ഇയാൾ എന്തൊക്കെയാ പറയുന്നത്, ആ സെനറ്ററിനും ആ മോഡലിനും അഫെയർ ഉണ്ടെന്നുള്ള കാര്യം നാട്ടിലെല്ലാവർക്കും അറിയാം, പിന്നെ കൂടുതൽ അന്വേഷിക്കാൻ എന്താ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവരുടെ ബോസിന്റെ ബർത്ത്ഡേ ആണ്. അവിടെ വെച്ച് എല്ലാവരും നല്ലതുപോലെ ആഘോഷിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ ബോസ് നമ്മുടെ ഹീറോയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യം പറയുന്നതും ഇത് കേട്ട ഹീറോയ്ക്ക് നല്ല സന്തോഷമായി. അങ്ങനെ മാഗിനെയും കൂട്ടി അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ മാഗിക്ക് ആകെ വിഷമുള്ളതുപോലെ. ഇത് കാണുമ്പോൾ ഹീറോ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് അവളോട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ പയ്യനുമായിട്ട് നിനക്ക് സെറ്റ് ആവത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവന്റെ പുറകെ പോകാനായിട്ട് പാടില്ല, എന്തിനാ പിന്നെ നീ അവന്റെ പുറകെ തന്നെ പോകുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഹീറോയ്ക്ക് അറിയാം. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോ മാഗിയെ സമാധാനപ്പെടുത്തും. അതുമല്ല അവനാണെങ്കിൽ ഇപ്പോൾ പ്രൊമോഷനും കിട്ടി. ഈ സന്തോഷത്തിൽ രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ച അവസാനം അത് വേറൊരു രീതിയിൽ കറങ്ങി തിരിഞ്ഞ് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഹീറോ കണ്ണു തുറക്കുമ്പോൾ ന്യൂസിലെ ഹീറോയെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണെന്ന് അവൻ നോക്കുമ്പോഴത്തേക്കാണ് ആ സെനറ്റർ ഉണ്ടല്ലോ അയാൾ ഹീറോയ്ക്കെതിരെയും ഹീറോയുടെ കമ്പനിക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. അയാൾ ഇപ്പോൾ അതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മോഡലിനെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ അയാൾ വിവാഹം ചെയ്തു വന്നു. അങ്ങനെയുള്ള തന്റെ ഭാര്യയെ പറ്റിയാണ് ഇവർ ഗോസിപ്പ് പഠിച്ചിറക്കിയത് എന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്പനിക്കെതിരെ പരാതി കൊടുക്കുന്നത്. ഇത് കാരണം നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ പണി കിട്ടുകയാണ്. ആ ബോസ് ഇപ്പോൾ മീറ്റിംഗിൽ വിളിച്ചിരുത്തിയിട്ട് ഹീറോയെ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. ആ അവസരം മുതലാക്കി ആ എഡിറ്റർ ഉണ്ടല്ലോ അയാളും പറയുന്നു സാർ ഞാൻ അന്നേ പറഞ്ഞതാണ് അത് നല്ലതുപോലെ പരിശോധിക്കണമെന്ന്, പക്ഷെ നിങ്ങൾ ആരും കേട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കാരണം ഹീറോയുടെ ജോലിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു. ഹീറോ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു ഇൻസ്പെക്ടർ പറയുന്നത് നീ തന്ന ആ ഒരു കാറിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. 9 വർഷങ്ങൾക്ക് മുന്നേ ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു കാറിന്റെ പാർട്സ് ആണ് നിന്റെ കാറിൽ വെച്ചിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസാണ് എന്നുള്ള കാര്യം പറയുന്നതും ഇത് കേട്ട ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കാണ്. ഈ മൂവിയുടെ തുടക്കത്തിലെ അവൻ റോഡിൽ കിടക്കുമ്പോൾ ഒരു കാർ ആക്സിഡന്റ് ആയല്ലോ. സത്യത്തിൽ അന്ന് രാത്രി ഈ കാർ ആക്സിഡന്റ് ആകുമ്പോൾ ഹീറോ കയ്യിലുള്ള ഫോണും അതേപോലെ തന്നെ ക്യാമറയെല്ലാം എടുത്ത് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഫോട്ടോ എടുക്കുമായിരുന്നു. അതുപോലെ ഈ കാറിനെ ഇടിച്ച മറ്റൊരു കാർ, ആ കാർ ഓടിച്ച ആൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിരുന്നു.
അതും കൂടാതെ ഹീറോ വരുമ്പോഴത്തേക്കും ഒരു പെണ്ണ് മാത്രം ജീവനോടെ ഉണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടാണ് ഇപ്പോൾ കാണിക്കുമ്പോൾ സത്യത്തിൽ ആ കാറിന്റെ പാർട്സ് ആണ് ഹീറോയുടെ കാറിൽ വെച്ചത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഡോക്യുമെന്റ്സ് എല്ലാം വാങ്ങിച്ചിട്ട് ഹീറോ നേരെ ഓഫീസിലേക്ക് വരുമ്പോൾ മാഗി ഉണ്ടല്ലോ അവന് വല്ലാത്തൊരവസ്ഥയിൽ നോക്കാണ്. എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോയെ ജോലിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ആ ഒരു എഡിറ്ററാണ്. അങ്ങനെ തന്നെ ജോലിയിലേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി ഹീറോ നേരെ ബോസിനോട് പോയി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബോസ് പറയും സോറി, എന്നെ കൊണ്ട് കഴിയത്തില്ല, കാരണം എനിക്ക് മുകളിൽ മറ്റൊരു ബോസ് ഉണ്ട്. അയാളും ആ സെനറ്ററും നല്ല സുഹൃത്തുക്കളാണ്. അയാൾ പറഞ്ഞിട്ട് തന്നെയാണ് നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നത്. ഇതും കൂടി കേൾക്കുന്നത് ഹീറോ ആകെ വിഷമിച്ചിട്ട് നേരെ തന്റെ മെക്കാനിക്കായിട്ടുള്ള സുഹൃത്തുണ്ടല്ലോ അവന്റെ അടുത്തേക്ക് പോയി രണ്ടുപേരും മദ്യപിക്കാണ്. ആ സമയത്ത് ഹീറോയ്ക്ക് 9 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ സുഹൃത്തിനോട് പറയുന്നുണ്ട്, ഞാനാണ് ആ ഒരു ആക്സിഡന്റ് കണ്ട ഹൈ വിറ്റ്നസ്, പക്ഷെ ആ കാറ് ഇപ്പൊ എന്റെ തലയിൽ തന്നെ വെച്ച് കെട്ടി എന്നെല്ലാം പറയുമ്പോൾ ആ സുഹൃത്ത് പറയും, ഹേയ് ഇതൊരു ചെറിയ നാടല്ലേ, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്നിനൊന്നോട് കണക്ട് ആയിരിക്കും, അതൊന്ന് നീ വലിയ കാര്യമോ കണ്ട പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ് ഹീറോയെ പറഞ്ഞു വിടുന്നതും ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി തന്റെ കാറിലേക്ക് കയറുമ്പോൾ ആരോ ഒരാൾ അവനെ ഫോളോ ചെയ്യുന്നത് പോലെ അത് ഹീറോ ശ്രദ്ധിച്ചിട്ട് അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിൽ വന്ന് കിടന്നതിന് ശേഷവും ഹീറോയ്ക്ക് പഴയ കാര്യങ്ങൾ തന്നെയാണ്. ആ 9 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആക്സിഡന്റ് ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർത്തിട്ട് അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ആലോചിക്കുന്നത്. അന്ന് ആ ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് വേറൊരു റിപ്പോർട്ടർ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അതെല്ലാം ഒന്നുകൂടി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ അതിനകത്ത് ഒരുപാട് ഫോട്ടോസും കാണാനില്ല. ഇതെങ്ങനെ ഡിലീറ്റ് ആയി? എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അടുത്ത ദിവസം തന്നെ ഹീറോ നേരെ ഓഫീസിലേക്ക് പോകും. ഹീറോയ്ക്ക് ജോലിയില്ലാന്നുണ്ടെങ്കിലും അവിടെ മാഗി ഉണ്ടല്ലോ, ഇപ്പൊ അവളോട് ചെന്ന് ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, ആക്സിഡന്റ് നടന്ന അന്നത്തെ ദിവസം തന്നെ മറ്റൊരു ക്രൈമും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ക്രൈമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവളുടെ കയ്യിൽ നിന്ന് വാങ്ങും. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിൽ തന്നെ വലിയൊരു പണക്കാരൻ അയാളുടെ കുട്ടിയെ ആരോ കടത്തിക്കൊണ്ടുപോയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് അവരോട് ചോദിച്ചിരുന്നു. അങ്ങനെ പണക്കാരൻ തട്ടിക്കൊണ്ടുപോയവർക്ക് പണം കൊടുത്തു. പക്ഷേ ആ കുട്ടിയെ കൊടുക്കാതെ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവായിരുന്നു. പക്ഷെ ഇതുവരെയും ആ കുട്ടിയെ അയാൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ആ കാര്യത്തെ പറ്റി ഹീറോ നല്ലതുപോലെ വായിച്ചതിന് ശേഷം അന്ന് ആക്സിഡന്റ് ആകുമ്പോഴത്തേക്കും ജീവനോടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണുണ്ടല്ലോ അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഹീറോ നോക്കുന്നുണ്ട്. ഇപ്പൊ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാല് ആ പെണ്ണിനെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കി. പക്ഷെ അവൾക്ക് ഭേദമായതിനു ശേഷം അവൾ ആരോടും പറയാതെ അവിടെ നിന്ന് പോവായിരുന്നു എന്നുള്ള കാര്യമാണ് ആ ഒരു റിപ്പോർട്ടിലൂടെ ഹീറോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് മാഗി ഇതെല്ലാം നോക്കിയിട്ട്, അല്ല ഈ 9 വർഷങ്ങൾക്ക് മുന്നേയുള്ള കേസ് നീ എന്തിനാ ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഈ 9 വർഷങ്ങൾക്ക് മുന്നേ അന്ന് രാത്രിയാണ് ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. അതുപോലെ അന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ പാർട്ടി തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോയിരുന്നു. ആ സമയത്താണ് കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് റോഡിൽ കിടന്നത്. അപ്പോഴാണ് സത്യത്തിലെ ഈ ആക്സിഡന്റ് നടന്നതും ഞാൻ അപ്പോൾ തന്നെ ക്യാമറയിൽ ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിരുന്നു. അന്ന് ആ ആക്സിഡന്റ് നേരിട്ട് കണ്ട ഒരേ ഒരു ഐ വിറ്റ്നസ് അത് ഞാനാണ്. അന്നെടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ ആരുടെ കയ്യിലാണ് കൊടുത്തതെന്നറിയോ? ഇവിടെയുള്ള ആ ഒരു എഡിറ്ററിന്റെ കയ്യിലെ. കാര്യം എന്താണെന്ന് വെച്ചാല് അന്ന് ഞാൻ അയാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരുപാട് ഫോട്ടോസും ഇപ്പോൾ ഇതിൽ നിന്ന് മിസ്സിംഗ് ആണ്. അപ്പോൾ മാഗി ചോദിക്കുമല്ല ആ ഫോട്ടോസ് എല്ലാം ആരായിരിക്കും ഡിലീറ്റ് ചെയ്തത്? അത് വേറെ ആര്? ആ എഡിറ്റർ തന്നെയാണ്. അപ്പോൾ മാഗി പറയും, ഹോ നിന്റെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടതിനാണ് ഈ ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ കാര്യം ചെയ്യുന്നത്. ഹീറോ പറയും, അതെ അത് തന്നെയാണ്, അവൻ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഗി ചോദിക്കും, ശരി അടുത്ത നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അടുത്തായിട്ട് വേറെ എന്താണ്, ആക്സിഡന്റ് ആയിട്ട് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയ ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവളോട് പോയി ചോദിക്കാൻ പോകുന്നു. അതുപോലെ ഹീറോയുടെ റിലേറ്റീവ് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അയാളോട് ചോദിച്ച് ആ പെണ്ണിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കും. അതുപോലെ ഈ ഒരു കേസിൽ ഹീറോയിന് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അത് കഴിഞ്ഞ് ആ പെണ്ണിന്റെ പേര് ജെൻ എന്നാണ്. അങ്ങനെ അവളെ കാണാൻ വേണ്ടി ഇവർ രണ്ടുപേരും അവളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ആ സ്ഥലത്ത് ജെന്നില്ല, പകരം അവളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളുടെ റിലേറ്റീവ്സ് ആണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഹീറോയും മാഗിയും പറയും, ഇതുപോലെ ജെന്നിന്റെ സുഹൃത്തുക്കളാണ് അവളെ കാണാൻ വന്നതാണെന്ന് പറയുമ്പോൾ, അയ്യോ അവളിവിടെ ഇല്ല, അവൾ വെളിരാജ്യത്ത് പോയിട്ട് സെറ്റിലായി, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അറിഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ അവളുടെ ഫാമിലി ആണെങ്കിലോ അവർക്ക് കുടിക്കാനായിട്ട് കോഫിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുടിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ കോഫി അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കോഫിയാണ്, ഇത് അത്ര വിടുന്ന ഇവിടെ കിട്ടുന്നതല്ല. അപ്പോൾ ആ ഫാമിലിയിലുള്ളവർ പറയും, ഇത് ജെന്നാണ് നമുക്ക് അയച്ചു തരുന്നത് എന്ന് പറയുന്നതും ഈ കാര്യം മനസ്സിലാക്കിയ ഹീറോ ഇത് വിൽക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവളെ എന്തായാലും പിടിക്കാമെന്ന് പറഞ്ഞ് ഹീറോ കാർ എടുത്ത് അവിടേക്ക് പോവാണ്. ആ സമയവും അവന് വേറെ ആരും ഫോളോ ചെയ്യുന്നത് പോലെ അവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ ഈ കാപ്പിപ്പൊടി വിൽക്കുന്ന ആ ഒരു ഷോപ്പുണ്ട് അവിടേക്ക് ചെന്നിട്ട്, ഇപ്പൊ ഈ സ്ഥലത്ത് മാത്രമേ ഈ ഒരു കാപ്പിപ്പൊടി വിൽക്കത്തുള്ളൂ, അവിടേക്ക് ചെന്ന് ജെന്നിന്റെ ഫോട്ടോ കാണിച്ചിട്ട്, അല്ല ഈ ഒരു പെണ്ണ് ഇവിടേക്ക് വരാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവരെ ചോദിക്കുന്ന സമയത്ത് തന്നെ ജെൻ എന്ന് പറഞ്ഞ ആ പെണ്ണ് അവിടേക്ക് വരുന്നു. അതുപോലെ അവളുടെ കാലാണെങ്കിലോ 9 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ആക്സിഡന്റിലെ പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അവള് മുടന്തിയാണ് നടന്നു വരുന്നത്. അങ്ങനെ ഹീറോ നേരെ ജെന്നിന്റെ അടുത്തേക്ക് ചെന്നിട്ട് 9 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ആക്സിഡന്റിനെ പറ്റി അവളോട് ചോദിക്കുമ്പോൾ അവളുടെ മുഖം മൊത്തം മാറുന്നുണ്ട്. എന്നിട്ട് അവൾ ചോദിക്കും, ഈ കാര്യങ്ങളൊക്കെ നീ എന്നോട് എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല പറയും നിങ്ങൾക്ക് ആ ആക്സിഡന്റ് എങ്ങനെയാ സംഭവിച്ചേ? അപ്പോഴാണ് ജെൻ പറയുന്നത്, 9 വർഷങ്ങൾക്ക് മുന്നേ ഞാനും എൻ്റെ ബോയ് ഫ്രണ്ട് ഒരു പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമായിരുന്നു. അവനാണെങ്കിലും നല്ലതുപോലെ മദ്യപിച്ചിരുന്നു, എന്നിരുന്നാലും കാർ നല്ലതുപോലെയാണ് ഓടിച്ചത്.
ആ സമയത്താണ് എവിടെ നിന്നും ഒരു കാർ നല്ല വേഗതയിൽ വന്ന് ഞങ്ങളുടെ കാർ ഇടിച്ചു തെറിപ്പിച്ചു, നിർത്താതെ പോവായിരുന്നു. അതിലാണ് എൻ്റെ ബോയ് ഫ്രണ്ട് മരിച്ചത്, കാലിന് ദേ ഈ അവസ്ഥയായി എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കുമല്ല, നിങ്ങളെ ഇടിച്ചിട്ട് പോയ ആ ഒരു കാറ് അതേതാണെന്ന് അടയാളം കാണിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അതിലെ 9 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമല്ലേ, എങ്ങനെയാ ഓർമ്മ വരുന്നേ എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, ഇല്ലില്ല നിനക്ക് എന്തായാലും ഓർത്തെടുക്കാൻ കഴിയും, ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഓടിച്ചിരുന്ന ആള് അല്ലെങ്കിൽ കാറിന്റെ നമ്പർ, എന്തെങ്കിലും ഒരു കാര്യം. നിന്റെ ബോയ് ഫ്രണ്ട് മരിച്ചു, നിന്റെ കാലിന് ഈ അവസ്ഥയായി, ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഹേയ് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ ഞാൻ നല്ലതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞ് ഇനി എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ജെൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. അപ്പോഴാണെങ്കിൽ ഹീറോ തന്റെ കാർ കൊടുത്തിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞു വിടുന്നത്. അതുമല്ല ഈ ആക്സിഡന്റിനെ പറ്റി പറയുമ്പോൾ അവരുടെ മുഖത്ത് എന്തോ ഒരു മാറ്റം അത് ഹീറോ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഹീറോയ്ക്ക് ഇപ്പോഴും ഇത് വിടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ ആക്സിഡന്റ് നടന്നതിനെ പറ്റിയുള്ള അതെല്ലാം വീണ്ടും എടുത്തിങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ജെൻ ഒരു കാര്യം കള്ളം പറഞ്ഞതായിട്ട് ഹീറോ കണ്ടുപിടിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇവരെ രണ്ടുപേരും ഒരു പാർട്ടിയിൽ പോയിട്ട് ബോയ് ഫ്രണ്ട് നല്ലതുപോലെ കുടിച്ചെന്ന് അവൾ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അവന്റെ ബോഡി പരിശോധിക്കുമ്പോൾ ഒരിക്കലും അവന്റെ ബോഡിയിൽ ആൽക്കഹോൾ കണ്ടന്റ് കണ്ടെത്തിയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ജെൻ അത് കള്ളം പറഞ്ഞതാണ്. അപ്പൊ എന്തോ ഒരു കാര്യം ജെൻ മറക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ ജെൻ പെട്ടെന്ന് അവനെ വിളിക്കുകയാണ്. അവളിപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, ദയവ് ചെയ്ത് ഈ ആക്സിഡന്റ് കേസിന്റെ പുറകിൽ പോകരുത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല, പക്ഷേ നല്ല രീതിയിൽ പ്രശ്നം വരാനുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല ജെൻ നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? നിന്റെ ബോയ് ഫ്രണ്ട് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചെന്നാണ് നീ പറഞ്ഞത്, പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൻ ഒരിക്കലും കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, എന്തിനാ നീ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, പ്ലീസ് ഈ ഒരു കേസിന്റെ പുറകെ പോകരുത്, അന്നത്തെ കാര്യത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്കത് വലിയൊരു പേടി സ്വപ്നം മാത്രമാണ്, അതുകൊണ്ട് ഇതിന്റെ പുറകെ പോകരുതെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ശരി ഞാൻ എന്തായാലും പോകുന്നില്ല, പക്ഷേ അവസാനമായിട്ട് ഒരു തവണ കൂടി ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അതിന് നീ മറുപടി തന്നാൽ മതി. എന്നിങ്ങനെ ചോദിക്കുന്നത് പെട്ടെന്ന് അവന്റെ ഫോണിൽ ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. ആ പെണ്ണിനെ ആരോ ഉപദ്രവിക്കുന്നത് പോലെ, അത് നല്ല രീതിയിൽ അടിക്കുന്നത് പോലെ, എന്നിട്ട് അവളെ എടുത്ത് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത് പോലെയെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ഇത് കേട്ട ഹീറോ അടുത്ത ദിവസം തന്നെ ഹീറോ ജെന്നിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് നേരെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാണ്. അങ്ങനെ റൂമിനടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഡോർ തുറന്നു കിടപ്പുണ്ട്. എന്താണെന്നറിയാൻ വേണ്ടി അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, പക്ഷെ ആരെയും കാണുന്നില്ല. പെട്ടെന്നാണ് ആ ജനാല വഴി ആരോ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. അയാളുടെ കാല് മാത്രമേ ഹീറോ കാണും. എന്നിട്ട് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ പുറകെ അവനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇതെല്ലാം ജെന്നിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിലാണ് നടക്കുന്നത്. അതേസമയം ജെന്നിനെ കാണിക്കുമ്പോൾ അവളെ ഇപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടേക്കുന്നു, കൈയും കാലെല്ലാം കെട്ടിയിട്ട് അതും ചങ്ങലെല്ലാം ഉപയോഗിച്ച് നല്ലതുപോലെ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവിടെ ഹീറോ ആണെങ്കിലോ അവൻ ഫോളോ ചെയ്ത് ആ ഒരുത്തന്റെ പുറകെ തന്നെ നല്ല വേഗതയിൽ ഓടുന്നുണ്ട്. അവനാണെങ്കിൽ എവിടെ നിൽക്കുന്നില്ല, ഓടി ഓടി അവസാനം അവൻ അവന്റെ കാറിൽ കയറി നമ്മുടെ ഹീറോ പുറകെ ചെല്ലുമ്പോൾ ഹീറോയെ ഇടിച്ച് തെറിപ്പിച്ച് അവൻ ആ കാറും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അതേസമയം ഇവിടെ ജെന്നിനെ കാണിക്കുമ്പോൾ ജെന്നിനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ കാല് വയറ്റത് കൊണ്ട് അവിടെ ബെൽറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പിന്നെടുത്ത് പതിയെ ഒരു വിലങ്ങിലേക്ക് വെച്ച് ആ വിലങ്ങ് എങ്ങനെയും അഴിക്കും. എന്നിട്ട് അവളുടെ ഫോൺ എടുത്ത് ഇതുപോലെ ഹീറോയെ വിളിച്ചിട്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ അവന് കോള് കറക്റ്റായിട്ട് പോകുന്നില്ല. അതിനു മുന്നേ തന്നെ അവളുടെ പിറകില് വേറെ ആരോ വരുന്നത് പോലെയും അവൾക്ക് എന്തോ ഒരു കാര്യം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയെ കാണിക്കുമ്പോൾ അവനൊരു ഹോസ്പിറ്റലിൽ നിൽക്കാണ്. അവന്റെ കയ്യിന് ചെറിയ പരിക്കുണ്ട്. അപ്പോൾ മാഗി അവിടേക്ക് വന്നിട്ട് അല്ല നിനക്ക് എന്താ പറ്റിയെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ തന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിലെ ജെൻ നേരത്തെ വിളിച്ചല്ലോ ആ ഒരു മെസ്സേജ് അതിൽ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നെറ്റ് കവറേജ് ഇല്ലാന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിലോ ഇതുപോലൊരു മെസ്സേജ് വരും. അപ്പോൾ അത് ജെൻ ആണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവളെ തിരിച്ചു വിളിച്ച് ഇവർ രണ്ടുപേരും കാറും എടുത്ത് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ നല്ല വേഗതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാർ ഇവരുടെ അടുത്തേക്ക് വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് അങ്ങ് പോകുന്നു. ഇത് കാണുമ്പോൾ മാഗി കാറ് ബ്രേക്ക് ചെയ്തങ്ങ് നിർത്തുന്നതും അവിടെ ഒരു പാർക്കിംഗ് മിറർ ഉണ്ട്, അതിലൂടെ എന്തോ ഒരു കാര്യം നമ്മുടെ ഹീറോ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ ഒരു പഴയ പോലീസുകാരനുണ്ട്, അയാളുടെ അടുത്തേക്ക് ചെന്ന് ഇതുപോലെ ജെൻ അവൻ്റെ ഒരു വോയിസ് മെയിൽ അയച്ചിരുന്നു, ഇതുപോലെ എന്നെ രക്ഷിക്കുക, എവിടെയാണെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാനായിട്ട് പറഞ്ഞ്. അത് കേൾപ്പിച്ചിട്ട് ആ ഒരു പോലീസുകാരനോട് പറയും ഇതുപോലെ ഒരു പെൺകുട്ടി ഒരിടത്ത് അപകടത്തിൽ പെട്ടുകിടക്കാണ്, നമുക്ക് എന്തായാലും അവളെ രക്ഷിച്ചേ മതിയാവും, അതുകൊണ്ട് അവൾ എവിടെയുണ്ടെന്നുള്ള കാര്യം ട്രേസ് ചെയ്തൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറയും. അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് വന്നിട്ട് അന്ന് ആ ഒരു ആക്സിഡന്റ് നടന്ന സമയത്ത് അവരെടുത്തിരുന്ന ഫോട്ടോ ഉണ്ടല്ലോ അതെല്ലാം നല്ലതുപോലെ ഇങ്ങനെ നോക്കും. അതിൽ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഇവരുടെ കാറിന് ഇടിച്ച ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ആ ഫോട്ടോയും കാര്യങ്ങളെല്ലാം അതാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആക്സിഡന്റ് നടന്ന ആ സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു പാർക്കിംഗ് മിറർ ഉണ്ടായിരുന്നു. ആ മിററിൽ ഇവരെ ഇടിച്ച ആ ഒരു കാറ് അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ആ കാറിന്റെ നമ്പർ ഏതാണെന്ന് ഹീറോ ഇപ്പോൾ സൂം ചെയ്ത് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ കാറിന്റെ നമ്പർ കറക്റ്റായിട്ട് അറിയാൻ കഴിയുന്നില്ല, എന്നിരുന്നാലും ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയൊക്കെയോ നോക്കി ഏകദേശം കാണുമ്പോഴത്തേക്കും 6, 8, 2 ഇതുപോലെല്ലാം തോന്നുന്നുണ്ട്. അതെല്ലാം പേപ്പറിൽ എഴുതിയിട്ട് ഹീറോ ഈ നമ്പരും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും പഴയതുപോലെ എല്ലാ പോലീസുകാരും അവനെ നല്ലതുപോലെ ഇങ്ങനെ പരിഗണിക്കുന്നില്ല. പുതുതായിട്ട് ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നല്ലോ, ആ കോൺസ്റ്റബിൾ ഇപ്പോൾ ഹീറോയെ കണ്ടിട്ട്
സാർ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ കാറിന്റെ നമ്പർ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അയാൾ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല ചെയ്തോന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോ നമ്പറെല്ലാം അടിച്ച് അത് ആരുടേതാണെന്നല്ല ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പേര് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഹീറോ നല്ലതുപോലെ ഞെട്ടുകയും ചെയ്യുന്നു. അത് വേറെ ആരുമല്ല, ഹീറോയുടെ ബോസ് ഉണ്ടല്ലോ, ഹീറോയ്ക്ക് പ്രൊമോഷൻ കൊടുത്ത ആ ബോസിന്റെ പേരാണ് വരുന്നത്. ഇതുകൂടി കാണുന്നത് ഹീറോ വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്കിനെ ആലോചിച്ച് നോക്കാണ്. അന്ന് ആ ഒരു ആക്സിഡന്റ് നടന്നതിന് ശേഷം ഫോട്ടോസെല്ലാം എടുത്തുകൊണ്ട് വന്ന് എഡിറ്ററിനാണ് ഹീറോ കൊടുക്കുന്നത്. അപ്പോൾ എഡിറ്റർ ഈ ഫോട്ടോ എല്ലാം കണ്ട് അത് നേരെ കൊണ്ട് കൊടുക്കുന്നത് ആ ഒരു ബോസിന്റെ കയ്യിലേക്ക്. അപ്പോൾ ആ ഒരു ബോസ് പറയും, നീ എടുത്തതെല്ലാം നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അതിൽ ഒരുപാട് ഫോട്ടോസും ബ്ലറാണല്ലോ, നല്ലതുപോലെ അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല സാർ അങ്ങനെയൊന്നുമില്ല, അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഓക്കെ അതൊക്കെ പോട്ടെ, എന്തായാലും ഇപ്പോഴല്ലേ നീ ജോലിക്ക് കയറിയത്, എന്നിരുന്നാലും നീ നല്ലതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഹീറോയുടെ ജോലി നല്ലതുപോലെ തന്നെ കൺഫേം ചെയ്യുന്നു. ഈ കാര്യമാണ് ഇപ്പോൾ ഹീറോ ആലോചിച്ച് നോക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ബോസിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഒരു കോള് വരുന്നു, ഏതൊരു സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്. അത് കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഹീറോയുടെ മെക്കാനിക് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനിപ്പോൾ ഹീറോയെ വിളിക്കുകയല്ല, സത്യത്തിൽ ആ ഒരു വോയിസ് മെയിലാണ് അയക്കുന്നത്. ഹീറോ അതെടുത്ത് കേട്ട് നോക്കുമ്പോൾ ആ ഫ്രണ്ട് പറയുന്നത് എന്താണെന്നറിയോ, ഇതുപോലെ 9 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു ആക്സിഡന്റ് അല്ലേ, അതിനെപ്പറ്റിയുള്ള ചില സത്യങ്ങൾ എനിക്ക് നിന്നോട് പറയണം എന്നുള്ള രീതിയിൽ വളരെ വിഷമത്തോടെ പറയുന്നത് പോലെയാണ് അതിൽ കേൾക്കുന്നത്. അതുകൂടിയാവുന്നത് ഹീറോ തന്റെ കാർ എടുത്ത് നല്ല വേഗതയിൽ തന്നെ തന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ആ ഒരു മെക്കാനിക് ഷോപ്പിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, ആ ഫ്രണ്ട് അതിനകത്ത് മരിച്ചു കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ അവസ്ഥയിലാണ് അവൻ മരിച്ചു കിടക്കുന്നത്. അതേ സമയം തന്നെ ആ സ്ഥലത്തേക്ക് അവന്റെ ബോസും വരുന്നു. രണ്ടുപേരും അവന്റെ ശരീരം കണ്ട് ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കാണ്. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്തേക്ക് പോലീസ് വരുന്നു. ഇവരെ രണ്ടുപേരെയും വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണ് ഈ മൂവിയുടെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 9 വർഷങ്ങൾക്ക് മുന്നേ ഒരു കാറിനെ ഇടിച്ചു തെറിപ്പിച്ച് പോയ ആ ഒരു കാറ് ഒരു കറുത്ത കളർ മെഴ്സിഡീസ് ആണ്. ആ കാറിന്റെ നമ്പർ ഇതാണ്. ഞാൻ ഇപ്പോഴാണ് സ്റ്റേഷനിൽ പോയിട്ട് ആ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് വരുന്നത്. ഈ കാറിന്റെ ഓണർ വേറെ ആരുമല്ല, അത് നിങ്ങളാണ്. നിങ്ങൾ അന്ന് എന്താ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ബോസ് പറയും, അതെ നീ പറഞ്ഞതുപോലെ തന്നെ അത് എൻ്റെ കാർ തന്നെയാണ്. പക്ഷെ അന്നത്തെ രാത്രി, ആക്സിഡന്റ് നടന്ന അന്നത്തെ രാത്രി ആ കാറ് ഈ ഗ്യാരേജിലാണ് ഞാൻ വർക്കിനായിട്ട് കൊടുത്തിരുന്നത്, അത് ഹീറോയുടെ സുഹൃത്തിന്റെ ഈ ഒരു ഗ്യാരേജിലെ. പക്ഷെ അന്ന് സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് ഹീറോയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഈ ബോസിനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, സാർ സർവീസ് എല്ലാം കഴിഞ്ഞു, പക്ഷെ ഇന്ന് രാത്രി തരാൻ കഴിയത്തില്ല, എൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഒരു റൈഡ് പോകണം, അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നാൽ മതി എന്ന് ചോദിക്കുമ്പോൾ ആ ബോസ് പറയും, അതെ നീ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഹീറോയുടെ സുഹൃത്ത് നല്ലതുപോലെ കുടിച്ച് ഒരു പെണ്ണിനെ വിളിച്ച് ആ ഒരു കാറിൽ കയറ്റി നല്ല വേഗതയിൽ കാർ ഓടിച്ചിട്ട് പോവായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം ഈ ഒരു ഫ്രണ്ട് നല്ലതുപോലെ പേടിച്ചിട്ട് അവിടെ വണ്ടി നിർത്താതെ ആ ഒരു കാറും കൊണ്ട് തിരിച്ച് ഈ വർക്ക്ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇപ്പം ഈ കാർ പോലെ തന്നെ മറ്റൊരു കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു, അതിന്റെ പാർട്സ് എല്ലാം ഇളക്കി ഇതിലേക്ക് വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലതുപോലെ തന്നെ ആ കാറ് തിരിച്ച് ആ ബോസിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഓടിച്ചു നോക്കുമ്പോഴാണ് ഈ ബോസിന് കാര്യം മനസ്സിലായത് അത് തന്റെ കാറല്ലാന്ന്. അതിനെപ്പറ്റി ഈ ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ ഫ്രണ്ട് സത്യം പറഞ്ഞിരുന്നു, അതെ സാർ അന്ന് രാത്രി ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്ലീസ് ഒരു കാരണവശാലും ഇത് വെളിയിൽ അറിയരുത് എന്നെല്ലാം പറയുന്നത് കൊണ്ട് ആ ബോസും അത് വലിയ കാര്യമാക്കിയില്ല. അങ്ങനെ ഈ 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ കേസ് നമ്മുടെ ഹീറോ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നതെന്ന് അറിഞ്ഞ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനിപ്പോൾ ഹീറോയെ ഫോളോ ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ ഹീറോ ഈ കേസിലേക്ക് ഇറങ്ങുമ്പോൾ ആരൊരാൾ അവനെ ഫോളോ ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് വേറെ ആരുമല്ല ആ ഒരു സുഹൃത്ത്. അതുകൊണ്ട് തന്നെ ജെൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് അവളോട് പോയി സോറി എല്ലാം പറഞ്ഞ് അവൾക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്ത് ഈ കേസ് ഒതുക്കി തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ സുഹൃത്ത് ജെന്നിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അവിടെ ഒരിക്കലും അവളെ കണ്ടിരുന്നില്ല. ആ സമയത്താണ് നമ്മുടെ ഹീറോ അവിടേക്ക് കയറി വരുന്നതും ഈ ഫ്രണ്ട് വിടുന്ന ജനാല വഴി പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ആ ഒരു ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം സംഭവിക്കുന്നതും. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫ്രണ്ടിന് എന്തോ ഒരു കുറ്റബോധം തോന്നി, തന്റെ ഫ്രണ്ടിനെ തന്നെ ചതിക്കുന്നത് പോലെ തോന്നിയിട്ടാണ് അവസാനം ഈ സത്യങ്ങളെല്ലാം പറയാന്ന് പറഞ്ഞിട്ട് ഹീറോയെ അവൻ ഫോൺ വിളിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ ഒരു കുറ്റബോധം കാരണം അവൻ സൂയിസൈഡ് ചെയ്തത് എന്നുള്ള കാര്യം ഈ ബോസ് ഹീറോയോട് പറയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് പോലീസ് ഇവിടേക്ക് വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അവന്റെ ഭാര്യയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഹീറോ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഓക്കെ അതെല്ലാം ശരി തന്നെയാണ്, ഇത്രയും നേരം പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം, പക്ഷേ ജെന്നിനെ ആരാ കൊണ്ടുപോയത്, അവളെ ഇപ്പോൾ നമ്മളെ ഇങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ജെന്നിന്റെ ഫോൺ ട്രേസ് ചെയ്യാനായിട്ട് ഒരു പോലീസുകാരൻ്റെ കയ്യിൽ കൊടുത്തിരുന്നല്ലോ, ആ പോലീസുകാരൻ ഹീറോയെ വിളിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ അവസാനമായിട്ട് സിഗ്നൽ കിട്ടിയ ആ ഒരു സ്ഥലം ഇതാണെന്ന് പറഞ്ഞ് ഒരു അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ്സ് കൊടുക്കുന്നു. അങ്ങനെ ഹീറോ ആ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് നേരെ ആ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാണ്. ഇവിടെ നിന്നാണ് അവസാനമായിട്ട് ആ ഒരു കോൾ വന്നതെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇവര് 3 പേരും ആ അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് കയറിയിട്ട് ഓരോ റൂമായിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്, ഏത് റൂമിലാണ് അവൾ ഉള്ളത് എന്നറിയാൻ വേണ്ടി എല്ലാ റൂമും ഓരോന്നായിട്ട് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം, പുതിയ പയ്യനായിട്ടുള്ള ആ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ അവനുള്ളത് ഈ അപ്പാർട്ട്മെന്റിലാണ്, അവനിവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ അവനെ കാണുന്നതും അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിക്കുമ്പോൾ വീടിനകത്ത് എന്തോ പാത്രം താഴെ വീഴുന്നത് പോലെ. അങ്ങനെ അവനെ തള്ളിവിട്ട് നേരെ വീടിനകത്തേക്ക് കയറി അവിടെയെല്ലാം നല്ലതുപോലെ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് വേറെ ആരെയും കാണുന്നില്ല. അതുപോലെ 2 റൂമാണെങ്കിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. അത് രണ്ടും ഈ കോൺസ്റ്റബിൾ പയ്യനുണ്ടല്ലോ
അവൻ തുറന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒന്നും കാണാൻ കഴിയുന്നില്ല. കാണിക്കുമ്പോൾ 1-2 പൂച്ചകൾ മാത്രമുണ്ട്. അപ്പോൾ ഹീറോ പറയും ഓക്കെ സോറി. അവൻ്റെ പേര് വെഡ് എന്നാണ്. സോറി വെഡ് എന്ന് പറഞ്ഞിട്ട് ഹീറോ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ കോൺസ്റ്റബിള് കഥ അങ്ങനെ അടയ്ക്കുന്നതും അവൻ്റെ ഒരു നോട്ടമുണ്ട്. അതൊരു വില്ലൻ നോട്ടം. അവിടെയാണ് നമുക്കൊരു ടെസ്റ്റ് കാണിച്ചിരുന്നത്. 9 വർഷങ്ങൾക്ക് മുന്നേ ഇവൻ ഈ പോലീസ് ആവുന്നതിന് മുന്നേ ഉള്ളൊരു കാര്യം. അന്ന് തന്നെ ആക്സിഡന്റ് ആയതിനു ശേഷം ജെൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ കാണാതായെന്ന് പറഞ്ഞിരുന്നല്ലോ. അവൾ കാണാതായതൊന്നല്ല, ഇവനാണ് അവളെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. എന്നിട്ട് അവളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ലോക്ക് ചെയ്ത്, വേറെ ഒന്നുമല്ല, ഇവനൊരു സൈക്കോ ബോയ് ഫ്രണ്ടാണ്. വൺ സൈഡായിട്ട് അവളെ സ്നേഹിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ ആ ഹോസ്പിറ്റലിൽ നിന്നും അവളെ ഇവിടേക്ക് കൊണ്ടുവന്ന് അവളെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ അവളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇവൻ അവളെ ചെയ്യുന്നുണ്ടായിരുന്നു. അതും കൂടാതെ ഇവന്റെ കയ്യിൽ ഒരുപാട് പണവും ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇവൻ ജെന്നിനോട് പറയും ഓക്കെ ഇപ്പം നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്, നമ്മൾ രണ്ടുപേരും നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ ആ ഒരു കെട്ടെല്ലാം അഴിച്ചു വിടുന്നതും ഈ ഗ്യാപ്പിൽ നമ്മുടെ ജെൻ ആ പണവും എടുത്ത് അവനെ പറ്റിച്ച് അവിടെ നിന്ന് പോവായിരുന്നു. അത് കഴിഞ്ഞുള്ള 9 വർഷം ഈ സൈക്കോയ്ക്ക് ഒരിക്കലും ജെന്നിനെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഏത് സമയം വരെയാണെന്നറിയോ, നമ്മുടെ ഹീറോ ഈ ഒരു കേസ് കയ്യിലെടുക്കുന്നത് വരെ. എന്ന് മുതലാണ് നമ്മുടെ ഹീറോ ആ കാറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അന്ന് മുതലേ ഇവനും ഹീറോയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ജെൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ അവൻ കണ്ടുപിടിക്കുന്നതും. അത് കഴിഞ്ഞ് അവളെ വീണ്ടും തട്ടിക്കൊണ്ടു വന്നിട്ട് അവൾക്ക് 9 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയാണോ നരകവേദന കൊടുത്തത് അതുപോലെ തന്നെ വീണ്ടും അവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അതും കൂടാതെ എൻ്റെ കയ്യിൽ നിന്നെടുത്ത ആ ഒരു പണം അതെവിടെയാണെന്ന് എനിക്കറിയണം. കൂടാതെ നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പോലീസായത്. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് ആ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ സൈക്കോ തരം വീണ്ടും അവൻ പുറത്തെടുക്കാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ജെന്നിനെ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം അവളെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വീണ്ടും ആ സുഹൃത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. കാരണം അവൻ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ വന്നിട്ട് തന്റെ ഫ്രണ്ടിനെ പറ്റി ഒരുപാട് നേരം ആലോചിച്ച് അവന്റെ ഫാമിലി ഫോട്ടോ ഇതെല്ലാം നല്ലതുപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോഴത്തേക്കാണ് ഹീറോ എന്തോ ഒരു കാര്യം കണ്ടിങ്ങനെ ഞെട്ടുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോ അവന്റെ ബോസിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ആ ഒരു ബോസിനെ കാണിക്കുമ്പോഴത്തേക്കും അയാൾ ഇപ്പോൾ ഏതൊരു വീടിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ ബോസ് കാണാൻ വന്നത് വേറെ ആരുമല്ല, മാഗി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ സുഹൃത്തുണ്ടല്ലോ, ഹീറോയിൻ, അവളെയാണ് കാണാൻ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഇവർ രണ്ടുപേരും കഴിഞ്ഞ 10 വർഷമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്കൊരു ചോദ്യം വരുന്നുണ്ട്, ഇവള് പിന്നെ ഹീറോയോട് എന്തിനാ ഇങ്ങനെ അടുപ്പം കാണിച്ച് നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. അത് കാരണം വേറെ ഒന്നുമല്ല, അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അതും ഒരു ചാരനെ പോലെ. അങ്ങനെ ഇവര് രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു കാര്യമാണ് ഹീറോ കണ്ടുപിടിച്ചത്. അങ്ങനെ ഈ കാര്യം കണ്ടുപിടിച്ചതും അത് കഴിഞ്ഞ് ഹീറോ നേരെ തന്റെ ബോസിന്റെ കാറിനടുത്തേക്ക് വന്നിരുന്ന് അവനോട് പറയും ഓഗസ്റ്റ് 30, 2007. ഈ ദിവസം ഒരിക്കലും നിങ്ങൾ മറക്കത്തില്ല എന്ന് എനിക്കറിയാം. ഈ ഡേറ്റ് വേറെ ഒന്നുമല്ല, അന്ന് ആ ഒരു ആക്സിഡന്റ് നടന്നല്ലോ, ആ ഡേറ്റ് ആണ്. സത്യത്തിൽ ആ ഡേറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ ബോസ് പറഞ്ഞിരുന്നല്ലോ. ഇതുപോലെ തന്റെ സുഹൃത്തുള്ള ആ ഒരു മെക്കാനിക്കിന് കാർ കൊണ്ടുകൊടുത്തു, അവൻ ഇതുപോലെ കാർ ചോദിച്ചു, അങ്ങനെ പോയപ്പോഴാണ് ആക്സിഡന്റ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഈ ഒരു ബോസ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഹീറോ തന്റെ സുഹൃത്തിന്റെ മെക്കാനിക് ഷോപ്പിലേക്ക് ചെന്ന് അവിടെ ഫോട്ടോസ് എല്ലാം നോക്കുമ്പോൾ അതേ ഫോട്ടോയിൽ മറ്റൊരു കാര്യം കൂടി കണ്ടിരുന്നു. അന്ന് ആക്സിഡന്റ് നടന്ന ഈ ബോസ് പറഞ്ഞ അതേ ദിവസം അവന്റെ സുഹൃത്ത് അവന്റെ ഫാമിലിയോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബോസ് പറഞ്ഞ കാര്യം ഒരിക്കലും സത്യമല്ല, അത് കള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ പറയും, ഇനി നിങ്ങൾ ഒന്നും ഒളിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, എന്താണെന്ന് നടന്നത് സത്യം പറയുമ്പോൾ അന്നത്തെ ദിവസം രാത്രിയിൽ ഒരു പാർട്ടി നടന്നിരുന്നു ഇവരുടെ ഓഫീസിൽ. ആ സമയത്താണെങ്കിൽ ഹീറോ ഇവരുടെ കമ്പനിയിലേക്ക് ജോലിക്ക് കയറിയ ഒരു ഇന്റേൺഷിപ്പ് എല്ലാം എടുക്കുന്ന സമയമായിരുന്നു. അതുപോലെ ആ സമയത്ത് തന്നെ മാഗി ആ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ നല്ലൊരു പ്രൊമോഷനും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹീറോ ഒരു ഇന്റേൺഷിപ്പ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ അവൻ ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പോകുന്ന സമയത്ത് അവന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരിടത്ത് കിടക്കുന്നതും അപ്പോഴാണ് മറ്റൊരു കാർ നല്ല സ്പീഡിന് പോയിട്ട് വേറൊരു കാറിലേക്ക് കൊണ്ടിടിച്ച് ആക്സിഡന്റ് സംഭവിക്കുന്നത്. സത്യത്തിൽ ആ കാറിലുണ്ടായിരുന്നത് വേറെ ആരുമല്ല, ഈ ബോസും അതേപോലെ തന്നെ മാഗി, ഹീറോയിൻ ഉണ്ടല്ലോ, അവളുമാണ്. ഇവർ രണ്ടുപേരും നല്ലതുപോലെ തന്നെ മദ്യപിച്ചിട്ടാണ് കാർ ഓടിച്ച് ആ കാറിൽ കൊണ്ടുവന്ന് ആക്സിഡന്റ് സംഭവിച്ചത്. അതും കൂടാതെ അന്ന് രാത്രി ആ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം ഈ ബോസ് നേരെ ഹീറോയുടെ ഫ്രണ്ടിന്റെ വർക്ക്ഷോപ്പിലേക്ക് ചെന്നിട്ട് അവനെ വിളിച്ച് രാത്രി തന്നെ അവന്റെ കൈയും കാലും പിടിച്ച് അവന് കുറച്ച് പണവും കൊടുത്ത് ഈ കേസിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞ് അവസാനം ഹീറോയുടെ സുഹൃത്ത് അവനെ സഹായിക്കാനായിട്ട് തീരുമാനമെടുക്കും. അങ്ങനെയാണ് ആ ഗ്യാരേജിലുണ്ടായിരുന്ന അതേ മോഡലിലുള്ള മറ്റൊരു കാറിന്റെ പാർട്സെല്ലാം എടുത്ത് ഈ ബോസിന്റെ കാറിലേക്ക് വെച്ച് അയാളെ രക്ഷപ്പെടുത്തുന്നത്. അതുപോലെ നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു കമ്പനിയിൽ ജോലിയും കൊടുത്ത് അവന് പ്രൊമോഷൻ എല്ലാം കൊടുത്തതിന് കാരണവും ഇത് തന്നെയാണ്, വേറെ ഒന്നല്ല. ആ ഒരു ആക്സിഡന്റ് കണ്ട ഒരേ ഒരു ഐ വിറ്റ്നസ് അത് ഹീറോ ആണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ പറ്റി വീണ്ടും അവൻ ഒരിക്കലും അന്വേഷിച്ച് പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് അവന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി മാഗിയെ അവനോടൊപ്പം അടുപ്പിക്കുന്നതും കൂടാതെ അവന് പ്രൊമോഷനും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് അവന് നല്ലതുപോലെ ഇവർ നോക്കുന്നതും. എന്നിട്ട് ആ ബോസ് പറയുന്നുണ്ട്, ഓക്കെ ഇനിയൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം നീ പോലീസിനോട് ചെന്ന് പറഞ്ഞ് ഒരു വലിയ ഹീറോ ആവാൻ പോകുന്നു, അതും വീണ്ടും പഴയതുപോലെ തന്നെ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്ത് നിന്റെ ജീവിതം നല്ലതുപോലെ കൊണ്ടുപോകാൻ നോക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ഹീറോയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട്
അതത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അവന്റെ മനസ്സിലിപ്പോൾ ഉള്ളത് ജെൻ എവിടെ, അവളെ ആരാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യം മാത്രമാണ്. ആ സമയത്താണ് ഹീറോയുടെ മനസ്സിൽ പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ ആ ഒരു കോൺസ്റ്റബിളിന്റെ വീടുണ്ടല്ലോ, അതിനകത്ത് നല്ലതുപോലെ നോക്കുമ്പോഴത്തേക്കും ജെൻ എന്തായാലും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ജെന്നിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ ഹീറോയുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ കോൺസ്റ്റബിളിന്റെ വീട്ടിലും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ ജെന്നിന്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കാര്യം ഹീറോ പെട്ടെന്ന് ആലോചിച്ചെടുത്ത് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ ആ കോൺസ്റ്റബിളിന്റെ വീട് അതേപോലെ തന്നെ കോൺസ്റ്റബിളിനെ ഫോളോ ചെയ്യാൻ തുടങ്ങാണ്. എന്താന്ന് വെച്ചാൽ അവൻ വിചിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 2 ക്യാൻ നിറയെ എണ്ണയെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നു. അതേപോലെ തന്നെ ഒരു വീടിനകത്തേക്ക് കയറി കവറെല്ലാം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോ എന്തായാലും അവനെ നേരെ ചെന്ന് അറ്റാക്ക് ചെയ്ത് ജെന്നെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നേരെ അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് മര്യാദയ്ക്ക് കഥക് തുറന്നു എന്ന് പറഞ്ഞിട്ട് കഥയിലിട്ട് ഇടിക്കുമ്പോൾ അവൻ തുറക്കുന്നില്ല. എനിക്കറിയാം ജെന്നിന് നീയാണ് എന്തോ ചെയ്തിട്ടുള്ളതെന്ന്. അവൾ എവിടെയെന്ന് ചോദിച്ച് കഥകും തള്ളി തുറന്ന് ഇവർ രണ്ടുപേരും നല്ലതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അതും ഒരു 1.5 ഫൈറ്റാണ് സൈക്കോയും അതേപോലെ തന്നെ ഹീറോയും. നിർത്താതെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് അവസാനം സൈക്കോ ഇപ്പോൾ ഹീറോയുടെ കഴുത്തിലേക്ക് പിടിച്ച് അവസാനം സൈക്കോയുടെ കയ്യിലൊരു കത്തി കിട്ടും. അത് വെച്ചിട്ട് ഒരു ഒറ്റ വെട്ട്, പക്ഷേ ഹീറോയുടെ തലയിലല്ല, അതിനടുത്തേക്ക്. എന്നിട്ടാണ് ഹീറോ പറയുന്നത്, നീ അറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കീ എടുത്ത് ഹീറോയുടെ കയ്യിൽ ഇട്ടു കൊടുത്തിട്ടാണ് അവൻ ഇപ്പോൾ ഒരു 1.5 ടെസ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്തായാലും ഇത്ര നേരം കണ്ടതൊന്നും ഒന്നും അല്ലാന്ന് തോന്നും. ഇപ്പോൾ സൈക്കോ ഹീറോയോട് ചോദിക്കും, ഓക്കെ 9 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു പണം അത് നീ എന്താ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ വിട്ടുന്ന് തിരിഞ്ഞിട്ട് നീ എന്താ ഈ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവിടെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് നമ്മുടെ കോൺസ്റ്റബിള് അടുത്തൊരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ കുറെ നാളുകൾക്ക് മുന്നേ തന്നെ ഇവർക്ക് 3 പേർക്കും നല്ലതുപോലെ തന്നെ അറിയാം. വേറെ ആരുമല്ല, നമ്മുടെ ജെൻ, സൈക്കോ, അതേപോലെ തന്നെ ജെന്നിന്റെ ബോയ് ഫ്രണ്ട്. ഇവർ 3 പേരും ആ സമയം മുതൽ തന്നെ അത്രയും നല്ല ആൾക്കാരൊന്നുമല്ല. ഇവർ 3 പേരും പണത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് നല്ല പണക്കാരായിട്ടുള്ള ഒരാളുടെ മകളെ ഇവർ തട്ടിക്കൊണ്ടു പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. കാരണം പണത്തിന് വേണ്ടി. അതുപോലെ തന്നെ ആ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് $10 മില്യൺ അവരോട് ചോദിക്കുകയും ചെയ്യുന്ന ആ പണക്കാരൻ അതുപോലെ തന്നെ പണവും കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ പണം വാങ്ങിക്കാനായിട്ട് പോയതാണ് നമ്മുടെ ജെന്നും അവളുടെ ബോയ് ഫ്രണ്ടും. അങ്ങനെ പണം എന്തായാലും വാങ്ങി. അത് കഴിഞ്ഞ് ഈ സൈക്കോ വേടുണ്ടല്ലോ അവന്റെ അടുത്തേക്ക് വന്ന് കുട്ടിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ കുട്ടിയെ അവൻ കൊന്നു വെച്ചേക്കാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ ചെറുതിലേ മുതൽ തന്നെ ഒരു സൈക്കോ ആയതുകൊണ്ട് അതുപോലെ ആ ഒരു പെൺകുട്ടിയെ അവൻ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവനോടൊപ്പം നിൽക്കണ്ട, ഇവനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനെ പറ്റിച്ച് ഇവർ രണ്ടുപേരും കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷയോട്ട് പോവായിരുന്നു ചെയ്തത്. അത് അന്ന് രാത്രി നല്ല മഴയായതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നല്ല വേഗതയിൽ കാർ ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ബോസിന്റെ കാർ കൊണ്ടുവന്ന് ഇവരുടെ കാറിലേക്ക് ഇടിച്ച് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതും ജെന്നിന്റെ ബോയ് ഫ്രണ്ട് അതിൽ മരണപ്പെടുന്നതും. പക്ഷെ അവിടെയാണ് ഒരു ടെസ്റ്റ്. 9 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ആക്സിഡന്റ് കണ്ട ഒരേ ഒരാൾ നമ്മുടെ ഹീറോ മാത്രമാണ്. അതുപോലെ ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് ഹീറോ അടുത്തേക്ക് വന്നിരുന്നല്ലോ. എന്നിട്ട് കാറിൽ നോക്കുമ്പോൾ ജെന്ന് മരിക്കാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതും കൂടാതെ കാറിനകത്ത് നോക്കുമ്പോൾ അതിൽ ഒരു ബാഗ് നിറയെ പണമുണ്ട്. ഇതുകൂടി കാണുന്നത് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അതിൽ കുറച്ച് പണം അവനെടുത്ത് ആ പണവും കൊണ്ടാണ് ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നത്. പക്ഷെ അതിലും മറ്റൊരു കാര്യം, ഹീറോ അവിടെ നിൽക്കുന്ന സമയത്ത് സത്യത്തിൽ ആ ഒരു ബോയ് ഫ്രണ്ട് ഒരിക്കലും മരിച്ചിട്ടില്ലായിരുന്നു. ഇവർക്ക് 2 പേർക്കും ജീവനുണ്ടായിരുന്നു. എന്നിട്ടാണ് ഹീറോ ആ പണം എടുത്തിട്ട് അവിടെ നിന്ന് പോയതും. കുറെ കഴിഞ്ഞിട്ട് വേടെന്ന് പറഞ്ഞ ആ സൈക്കോ ഉണ്ടല്ലോ, അവൻ ഇവിടേക്ക് വന്ന് ഈ കാറിനകത്തുള്ള ബോയ് ഫ്രണ്ട് അവനെ കണ്ട് അവനെ കഴുത്ത് ഞെരിച്ച് തന്നെ അവിടെ വെച്ച് കൊന്നതിന് ശേഷം കാറിനകത്തുള്ള പണം എടുത്ത് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അതിനുശേഷമാണ് ജെന്നിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവൾ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി ഈ സൈക്കോ അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോയിട്ട് പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആ സൈക്കോ ഹീറോയുടെ കയ്യിൽ ഒരു കീ എടുത്തിട്ട് ആ ഡോർ തുറന്ന് നോക്കാൻ പറയുന്നുണ്ടല്ലോ. ഹീറോ അതുപോലെ ആ ഡോർ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു കാര്യം കണ്ട് ഹീറോ ആകെ ടെൻഷനായിട്ട് പേടിച്ചിങ്ങനെ നിൽക്കാണ്. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മാത്രം കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ ഹീറോ തന്റെ ബോസിന്റെ വീടിനടുത്തായിട്ട് സിഗരറ്റ് എല്ലാം വലിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കാണ് ആ ബോസ് അടുത്തേക്ക് വരുന്നത്. അവിടെ വെച്ച് ഹീറോ അവന്റെ ഫോൺ എടുത്ത് എന്തോ ഒരു കാര്യം ഈ ബോസിന് കേൾപ്പിച്ചു കൊടുക്കുന്നു. വേറെ ഒന്നുമല്ല, ഈ ബോസ് നേരത്തെ കാറിൽ വെച്ചിട്ട് നിന്റെ കയ്യിൽ ഒരു തെളിവ് പോലെ എന്നെ പിടിച്ചു കൊടുക്കാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതെല്ലാം ഹീറോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടി കേൾക്കുന്നതും ഈ ബോസ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതും. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോ കോട്ട് സ്യൂട്ടെല്ലാം ഇട്ടിട്ട് അവരുടെ ഓഫീസിൽ നിൽക്കാണ്. അതുമല്ല, ജെന്നിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരു പോലീസുകാരനുണ്ടല്ലോ, ആ പോലീസുകാരനെ വിളിച്ചിട്ട് എല്ലാം കഴിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയും, അതെ എല്ലാം കഴിഞ്ഞു, ഇനി ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് അയാൾ പറഞ്ഞിട്ട് ഫോൺ അങ്ങനെ കട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഹീറോ നേരെ ടേബിളിലേക്ക് തിരിയുമ്പോൾ ആ വില കൂടിയ കാപ്പിപ്പൊടി ഉണ്ടല്ലോ അതിങ്ങനെ കാണിക്കുന്നുണ്ട്. അവിടെയാണ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കൂടി നമുക്ക് കാണിച്ചു തരുന്നത്. 2 മില്യന്റെ ആ ഒരു പണം ആക്സിഡന്റ് പറ്റിയ കാറിൽ നിന്ന് ഹീറോ എടുത്തുകൊണ്ട് പോയിരുന്നല്ലോ. 2 മില്യന്റെ ഒരു ചെക്ക് അവന്റെ കയ്യിലുള്ളതുപോലെ കാണിക്കുന്നുണ്ട്. ആ ചെക്കാണെങ്കിലോ ജെന്നിന്റെ പേരിലാണ് അവ എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പൊ അത് കൈകൊണ്ട് വലിച്ചു കീറുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു ചെക്ക് എന്തിനാ ഇവൻ വലിച്ചു കീറുന്നത്? അതേപോലെ തന്നെ ജെന്നിന്റെ പേരിൽ അവളുടെ ഫാമിലിക്ക് ഈ ഒരു കാപ്പിപ്പൊടി അയച്ചു കൊടുക്കുന്നത് ഹീറോ തന്നെയാണ്.
ഇതിപ്പോ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ ഇപ്പൊ മാസമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ഹീറോയിനും അവിടേക്ക് വരുന്നുണ്ട്. സത്യത്തില് ഈ കമ്പനിയുടെ മെയിൻ ഓണർ ഇപ്പോ ഹീറോ ആണ്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഹീറോയ്ക്ക് എല്ലാ സത്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ അവന്റെ ബോസിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഇപ്പൊ ആ പൊസിഷനിൽ ഹീറോ ആണ് കയറിയിട്ടുള്ളത്. അതുമല്ല മാഗിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ കാരണം തന്നെ നീയല്ലേ എന്ന് ചോദിക്കുമ്പോ എന്ത് ഞാനോ? അതെ, ഒരിക്കലും നീ അഭിനയിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആ എഡിറ്റർ കാരണമാണ് ഞാൻ ജോലിയിൽ നിന്ന് പുറത്തായതെന്ന് വിചാരിച്ച് അയാളോട് ഞാൻ പോയി ചോദിച്ചിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞതെന്നറിയോ? എന്ത് ഞാനോ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്? ഒരിക്കലും ഞാനല്ല, മാഗിയാണ്. കാരണം മാഗിക്കും ആ ഒരു ബോസിനും അഫെയർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. കാരണം അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എനിക്കറിയാമായിരുന്നു. അത് അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് തന്നെ ഇവിടെ ജോലി കിട്ടിയതെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ആ എഡിറ്റർ അടുത്തൊരു ടെസ്റ്റ് തരാൻ പോവാണ്. 9 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു പാർട്ടി നടക്കുമല്ലോ, ആ സമയത്ത് എല്ലാവരും നല്ലതുപോലെ തന്നെ മദ്യപിച്ച് ആ ബോസും എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത്. അങ്ങനെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ബോസിനെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി കാർ ഓടിച്ചുകൊണ്ട് പോയത് വേറെ ആരുമല്ല, അത് മാഗിയാണ്. അങ്ങനെ അവളാണ് ആ കാർ ഓടിച്ചുകൊണ്ട് പോയിട്ട് അവസാനം മറ്റൊരു കാറിലേക്ക് കൊണ്ടുവന്ന് ഇടിച്ച് ആക്സിഡന്റ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും തുടക്കം വെച്ചത് മാഗി എന്ന് പറഞ്ഞിട്ട് ഇവളായിരുന്നു. അപ്പൊ ഇതുകൂടി മനസ്സിലാക്കിയ ഹീറോ നിനക്ക് അടുത്ത പണി ഉടനെ തന്നെ തരാന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. ആ ഒരു ഹാളിലേക്ക് ചെന്ന് അവരോട് എല്ലാവരോടും ഓക്കെ, എല്ലാം തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അവനൊരു കഥ പറയാൻ തുടങ്ങാണ്. ഈ കഥ ഇങ്ങനെ പറയും തോറും ഇതിനു മുന്നേ നടന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചിരുന്നുണ്ട്. ഒരു ചെറിയ പയ്യൻ ഒരു ബുക്ക് ഷോപ്പിലേക്ക് ചെന്നിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള പ്രേത കഥ തരാൻ പറഞ്ഞു. പക്ഷെ ആ കടക്കാരൻ പറഞ്ഞു, മോനെ, ഇതിൽ നിനക്ക് തരാൻ പോകുന്ന ബുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രേത കഥയാണ്. പക്ഷെ അതിന്റെ അവസാന ഭാഗം മാത്രം നീ ഒരിക്കലും വായിക്കരുത്. ഇതിന് ഓക്കെ ആണെങ്കിൽ ഞാൻ ബുക്ക് തരാന്ന് പറയുമ്പോൾ ആ ചെറിയ പയ്യൻ അതിന് സമ്മതിച്ച് അവസാനം $50 ആ ബുക്ക് ചെറിയ പയ്യന് കൊടുക്കുമായിരുന്നു. ഈ കഥയെല്ലാം ഹീറോ പറയുന്ന സമയത്ത് തന്നെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാണ്. 9 വർഷങ്ങൾക്ക് മുന്നേ അന്ന് രാത്രി ആക്സിഡന്റ് നടക്കുമ്പോൾ ഹീറോ ആ കാറിൽ നിന്ന് കുറച്ച് പണവും എടുത്ത് രണ്ടുപേരുടെ ജീവൻ അവിടെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും അതിനൊരു വിലയും കൊടുക്കാതെ അവൻ അവിടെ നിന്ന് പോകുന്ന ആ ഒരു കുറ്റബോധം, അതേപോലെ തന്നെ ആ ഒരു സൈക്കോയുടെ വീട്ടില് ഹീറോയുടെ കയ്യിൽ ഒരു കീ കൊടുത്തിട്ട് ആ ഡോർ തുറന്ന് നോക്കാൻ പറഞ്ഞല്ലോ. ഹീറോ അകത്തേക്ക് ചെന്ന് എന്തോ ഒരു കാര്യം കണ്ട് നല്ലതുപോലെ ഞെട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ജെന്നിന്റെ ശരീരം 2 കൈകളും ഇല്ല, അതേപോലെ തന്നെ കാലുകളും ഇല്ല, അവളുടെ ശരീരം മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കണ്ടാണ് ഹീറോ നല്ലതുപോലെ ഷോക്കായി പോയത്. അങ്ങനെ ഹീറോ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ സൈക്കോ പുറകിലൂടെ വന്നിട്ട് ഇവളെ കണ്ടുപിടിക്കാൻ കാരണം നീയാണ്, നീ ഈ കേസിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇവളെ കണ്ടുപിടിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ പെണ്ണിപ്പോ മരിക്കാൻ കാരണവും നമ്മുടെ ഹീറോ തന്നെയാണ്. അതാണിപ്പോ ഇവിടെ കാണിച്ചിരുന്നത്. അതുമല്ല, അപ്പോഴും ജെൻ മരിച്ചിട്ടില്ലായിരുന്നു. ഒരു സ്ക്രൂ ഡ്രൈവർ ഇപ്പോ ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവളുടെ കഥ നീ തന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഹീറോ ഇപ്പോ ഒരു സൈക്കോയിട്ട് മാറി പെട്ടെന്ന് ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ സൈക്കോയെ തന്നെ അവിടെ വെച്ച് കുത്തി കുത്തി കൊല്ലുകയാണ്. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു ഹീറോ എങ്ങനെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് വന്നതെന്ന്. കൂടാതെ ആ പോലീസുകാരനെ വിളിച്ചതിന് കാരണം വേറെ ഒന്നുമല്ല, ആ സൈക്കോയുടെയും അതേപോലെ തന്നെ ജെന്നിന്റെ ശരീരം ആ വീട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരനെ വിളിച്ച് ഹീറോ അവസാനമായിട്ട് സംസാരിച്ചത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഹീറോ ആ കഥ പറയുമ്പോൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ട് ഹീറോ കഥ ബാക്കി പറയാണ്. ആ ബുക്ക് ആ പയ്യൻ വാങ്ങിയതിനു ശേഷം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടി വന്ന് ആദ്യം തന്നെ ആ ഒരു പയ്യൻ എന്താ ചെയ്തെന്നറിയോ? ആ കടക്കാരൻ എന്താണ് പറഞ്ഞത്? ബുക്കിന്റെ അവസാന ഭാഗം മാത്രം വായിക്കരുതെന്ന്. അത് തന്നെ ആ പയ്യൻ ചെയ്തു. അങ്ങനെ അവസാന ഭാഗം വായിക്കുമ്പോൾ ആ ബുക്കിന്റെ ആകെ വില വെറും 50 സെന്റ് മാത്രമാണ്. അതായിരുന്നു ആ കടക്കാരൻ പറഞ്ഞത്, അവസാന ഭാഗം വായിക്കരുത്, നീ നല്ലതുപോലെ പേടിക്കുമെന്ന്. ഇപ്പൊ ഒരു ബന്ധമില്ലാതെ ഈ കഥ പറയുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ? അതിന് കാരണം ക്യൂരിയോസിറ്റിയാണ്. 9 വർഷങ്ങൾക്ക് മുന്നേ ഈ ആക്സിഡന്റ് കണ്ട് അതിൽ നിന്ന് പണവും കൊടുത്ത് ഹീറോ അവന്റെ കാര്യം നോക്കി പോവായിരുന്നു. പക്ഷെ അതിലുള്ള ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കാരണമാണല്ലോ ഈ കേസ് തന്നെ ഹീറോ എടുക്കാനായിട്ട് കാരണം. അത് കാരണമാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതും. അത് തന്നെയാണ് അവൻ ആ കഥയിലൂടെ ഇവർക്ക് പറഞ്ഞു കൊടുത്തതും. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.